അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലഞ്ചിന് എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷൻ വേണ്ടേ. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ ആക്കുകയാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, വെക്കേഷന് ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾ ആ കളിക്കുന്നിടത്താണെങ്കിലും വന്നിട്ട് വയറ് നിറച്ച് കഴിച്ച് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഏറ്റവും എളുപ്പത്തിലും എന്നാലോ ഏറ്റവും രുചിയിലും വെറൈറ്റി ആയിട്ടുള്ളൊരു കുറുമൻ്റെ റെസിപ്പി നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്ക് പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കൊത്തമല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിക്കാത്തതാണ്. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു കറിവേപ്പിലിൻ്റെ തണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയുള്ളിയാണ്. ഇപ്പോഴൊന്നും മതി, പിന്നീട് വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയുള്ളി വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് കൊണ്ട് അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കാഷ്നട്ടാണ്, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ. കാഷ്യൂവിന് നല്ലൊരു സ്മെല്ലും രുചിയൊക്കെ കിട്ടാനായിട്ട് ഞാൻ ചെയ്യാറെന്താ പറയുക, ഏലക്കായയിൽ ഇട്ട് വെക്കുക. ഏലക്കായയിൽ ഇട്ട് വെക്കുന്ന കാഷ്യൂവിന് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായ അതന്നെ നമുക്കിത് ധാരാളമാണ്, അതിൽ കൂടുതൽ എടുക്കല്ല കേട്ടോ ഏലക്കായൊന്നും. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്. അതല്ലെങ്കിൽ ഫ്രഷ് തേങ്ങ എടുത്താലും മതി, ഒരു ബൗൾ. ഇപ്പോൾ ഇവിടെ തേങ്ങ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ അങ്ങനെ എടുത്തത്. അപ്പോഴത് നമുക്ക് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് വീണ്ടും ആ സെയിം പാൻ തന്നെയാണ് അടുപ്പത്തേക്ക് വെച്ചത്. അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. ഒരു വലിയുള്ളിയും കൂടെ, മൊത്തത്തിൽ 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നപ്പം 500 ഗ്രാം ചിക്കനാണ്, എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തത്. ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം തൈര് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ, കാഷ്യൂം തേങ്ങയൊക്കെ കൂട്ട്, അത് ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗരം മസാല അതൊരു 1/4 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു തേങ്ങൻ്റെ കൂട്ട് ഒഴിച്ചാൽ സാധാരണ ഒറ്റ തളയിൽ ഓഫാക്കലാണല്ലോ പതിവ്, പക്ഷെ അതങ്ങനെയല്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം, എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയാൽ മതിയേ. പിന്നെ അതേപോലെ ഇതിലോട്ടേക്ക് ഫൈനലായിട്ട് കളർ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സെറ്റാണ്. ഇനിയിപ്പോൾ കളർ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ പച്ച കളർ കിട്ടുമല്ലോ, പച്ച കളർ ക്യാപ്സിക്കം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഒരു സൂപ്പർ ഫ്ലേവറാണ് ക്യാപ്സിക്കം ഈ ഒരു കുറുമയിലേക്ക് വരുന്നത്. ഫൈനൽ വിളമ്പുന്ന സമയത്ത് കുറച്ച് കളർ ക്യാപ്സിക്കൊക്കെ മുകളിൽ ഇട്ടിട്ട് അങ്ങനെ വിളമ്പുകയാണെങ്കിൽ പൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ, കണച്ചത്തിരിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തത് നല്ല വെറൈറ്റിയിലും നല്ല രുചിയിലുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. ചൂടായി കിടക്കുന്ന പോട്ടിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കറിവേപ്പില പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് അങ്ങനെ എടുത്തോളൂ. ഞാൻ 2-3 എടുത്തിട്ടുണ്ട്. അതും പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചിരകിയത് വേണം, 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം കടലയും ഉരുളക്കിഴങ്ങും വേവിച്ചതാണ് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട്. അപ്പം നേരത്തെ ഒരല്പം ഉപ്പാണ് ചേർത്തത്, കാരണം വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തതുകൊണ്ട് എല്ലാം കൂടെ അധികമായി പോരുത്. ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഉരുളക്കിഴങ്ങ് കടലയൊക്കെ വെന്തതാണ്, പക്ഷെ എന്നാലും നല്ലോണം ഒന്ന് വീണ്ടും തിളപ്പിച്ചിട്ട് അതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഉടച്ചിങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. വറവിലോട്ടേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ടെടുക്കാം. ഒരു ഉള്ളിൻ്റെ പകുതി, അതേപോലെ കാശ്മീരിൻ്റെ മുളകും പൊടി കുറച്ചിട്ടിട്ട് അങ്ങനെ വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ശരിക്കും ഒരു പാകിസ്ഥാനി കറിയാണ് കേട്ടോ. അവർ റൊട്ടീൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ തൈരിട്ട് കൊടുക്കും, നമ്മൾ തൈരിട്ട് കൊടുത്തിട്ടില്ല, അത്ര ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് പത്തിരിൻ്റെ ഒക്കെ കൂടെ പൊള്ളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ചിലവർക്ക് തൈരിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാനതങ്ങനെ ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി. ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വാവുന്ന് എന്തായാലും പറയും. അമേസിങ് ഫ്ലേവറും ടേസ്റ്റും ഉള്ളൊരു പുലാവിൻ്റെ റെസിപ്പിയാണേ. അത്യാവശ്യം ഒരു വലിയ കടായി, ചൈനീസ് കടായിയാണ്, അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞതും കൂടെ അതിൽ ചേർത്തിട്ട് വഴറ്റി കൊടുത്തേ. പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊത്തമല്ലിയും ചെറിയ ജീരകമാണ്, അതൊരു 1/2 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ.
ഇനി നമുക്ക് വെള്ളുള്ളിൻ്റെ അല്ലി വേണം. അതൊന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഗ്രേറ്റ് ആക്കി ഇടുമ്പോൾ അതിന് വേറൊരു ഫ്ലേവർ ഉണ്ടാണ് കേട്ടോ. അങ്ങനെ പറ്റുന്നവർ അങ്ങനെ തന്നെ ഇടാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു വേവാവുന്നത് വരെ നമുക്കത് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ടേക്ക് വേണ്ടത് ക്യാരറ്റാണ്, അതായത് ബേബി ക്യാരറ്റൊക്കെ ഉണ്ടല്ലേ, അത് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാ വലിയ ക്യാരറ്റ് ചെറിയ പീസാക്കി അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ അങ്ങനെ ചേർത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോൻ്റെ പേസ്റ്റ് വേണം, അല്ലെങ്കിൽ പിന്നെ തക്കാളി അരച്ചത് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് അറബിക് മസാലപ്പൊടി വേണം, അതായത് മന്തിൻ്റെ മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ. അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ക്യൂബ്സ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. കാരണം ഇതിലങ്ങനെ ചിക്കൻ ഒന്നും ഇടുന്നില്ല, ഒരു ഫ്ലേവറൊന്നും കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുത്തത്. അതൊന്നിൽ 2 ഉണ്ടാകുമല്ലോ, 2 ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതൊക്കെ ശരിക്കും വഴറ്റി കഴിഞ്ഞതിന് ശേഷം 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വഴുതന വേണം. ഒരു ചെറിയ വഴുതന അരിഞ്ഞത് മുഴുവൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണേ. റൈസ് കുറച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഗരം മസാലേൻ്റെ പൊടി തൂവി കൊടുക്കുന്നുണ്ട്. വീണ്ടും ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, വീണ്ടും കുറച്ച് ഗരം മസാലപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒലിവ് ഓയിലാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ചെറിയ ടൊമാറ്റോ ഉണ്ടല്ലോ, അത് ഇതിൽ സെറ്റാണ് കേട്ടോ. ചെറിയ ടൊമാറ്റോ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറുത് മതിയെ, വലുതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ്സ് അത്രേ ഉള്ളൂ ലോ ഫ്ലെയിമിലിട്ടിട്ട്. കാരണം ചോറൊക്കെ ഓൾറെഡി വെന്താണല്ലോ, ചോറ് വെന്താണ്, ഉരുളക്കിഴങ്ങ് വെന്തതാണ്. അപ്പോൾ അതൊന്നെല്ലാം കൂടെ പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ്. അത് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വിളമ്പുകയാണെങ്കിൽ സൂപ്പർ പുലാവോ മന്തിയോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. ഒരു പ്ലെയിൻ റൈസാണ്, ചിക്കനൊന്നും ഇല്ലാതെ. ഇനി വേണമെങ്കിൽ നഗേറ്റ്സ് പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലിട്ടിട്ട് മിക്സാക്കി കൊടുത്തോളൂ, ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ എൻ്റെ അടുത്ത് നഗേറ്റ്സ് പൊരിച്ചതുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ അതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കും വലിയവർക്കും ആർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ചോറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഹരം തന്നെയാണ്. ഇത് കഴിക്കാൻ കുറച്ച് ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. ചോറ് വേവിച്ചത് അങ്ങനെ ഉണ്ടായാൽ തന്നെ മതി കേട്ടോ. ചടപടയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ലഞ്ചിൻ്റെ പണിയൊക്കെ തീർക്കാനും പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ അല്ലേ, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി തിന്നാനിങ്ങനെ മുട്ടി നിൽക്കുന്ന സമയമല്ലേ, പഠിക്കാനൊന്നും ഇല്ലല്ലോ, ഫുൾ റിലാക്സ് അല്ല അവർക്ക്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ. എന്തായാലും കുട്ടികൾ വയറ് നിറച്ച് കഴിക്കും. അതേപോലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പുലാവ് ബിരിയാണിയൊക്കെ എന്ത് ഇഷ്ടം അറിയോ. അപ്പോൾ അവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളേ. അത് ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഈ പ്രായമായ ആൾക്കാർക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താ അറിയോ, ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള പുലാവ് ഐറ്റംസ്, ബിരിയാണി, സാൻഡ്വിച്ച്, നമ്മുടെ മയമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്നത്, അണ്ട പൊറോട്ട, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസേ കുട്ടികളെ പോലെ തന്നെ ആയിരിക്കും പ്രായമുള്ള ആൾക്കാർക്കും. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ഒരു 3 റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതേപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.